വയനാട് പനമരം ടൗണിൽ മുഖം മറച്ച് കടകളിൽ മോഷണം. രാത്രി മെഡിക്കൽ സ്റ്റോറിൽ കയറിയ കള്ളന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പണമില്ലാതിരുന്ന കടകളിലെ ഫേർണിച്ചർ തകർത്ത നിലയിലുമാണ്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് സംഭവം? എത്ര കടകളിൽ മോഷണം നടന്നിട്ടുണ്ട്? എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഈ കണക്കുകളൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടോ? ആരാണ് ഇത് എന്നതിൽ എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? പ്രജിൻ, കഴിഞ്ഞ ദിവസമാണ് പനമരം കരിമ്പൂമ്മൽ ടൗണിൽ ഉടുമുണ്ട് പറിച്ച് തലയിൽ മൂടി ഒരു മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത്. അടുത്തടുത്ത കടകളിലാണ് മോഷണം. RV മെഡിക്കൽ സ്റ്റോർ, അതോടൊപ്പം തന്നെ ഒരു ചപ്പാത്തി കമ്പനി, അസൽ ചിപ്സ് എന്നീ 3 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 1:30യോടെയാണ് മെഡിക്കൽ സ്റ്റോറിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് മേശയ്ക്ക് മുകളിലൂടെ ചാടി അകത്ത് കിടന്ന മോഷ്ടാവ് ഈ ഉടുമുണ്ടഴിച്ച് തലയിൽ മൂടി സ്റ്റോറിലെ മേശവലിപ്പിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചത്. ഈ മോഷ്ടാവ് കയറുന്നതും ഉടുമുണ്ടഴിച്ച് തലമൂടി മോഷണം നടത്തിയ ശേഷം വന്ന വഴി തന്നെ മേശയ്ക്ക് മുകളിലൂടെ കയറി കടന്നു പോകുന്ന ആ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്തുള്ള 2 കടകളിൽ നിന്ന് കാര്യമായൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫർണിച്ചറുകൾ കേടുവരുത്തിയ ശേഷമാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞിരിക്കുന്നത്. പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കാപ്പി ഡിപ്പോയ്ക്ക് സമീപത്തെ വീട്ടിൽ നടന്ന മോഷണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കരിമ്പുമ്മൽ ടൗണിൽ ഇന്നലെ വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. പ്രജിൻ, ശരി. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.